ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശ തണലിൽ തനിച്ചിരിക്കാൻ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ. ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വന്നതാണ്. കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ഞങ്ങളൊരു ഗ്യാതറിംഗ് ഉണ്ട്. ഞാൻ +2 പഠിച്ചത് അൻസാറിലാണ്. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലേഴ്സ് കുറച്ച് പേര് നമ്മളൊന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങാനായിട്ട് ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് വന്നതാണ്. നമ്മൾ 19 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടി കൂടാൻ പോണത്. ഗെറ്റ് ടുഗദറിന് വരുന്നത് ആരൊക്കെയാണെന്നുള്ളത് ഉറപ്പായിട്ടില്ല കേട്ടോ. അതായത് നമ്പേഴ്സ് എന്നാലും ഏകദേശം വെച്ചിട്ട് ഞാനിതാ എല്ലാവർക്കുള്ള ഗിഫ്റ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ക്യൂട്ട് ഗിഫ്റ്റ്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി, ഇത് ഒന്ന് ഒലിവ് ഓയിലൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ആ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ അതൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതാ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്ര ബ്രെഡിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് അത്രയും എടുത്താൽ മതി കേട്ടോ. ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഗാർലിക് ആഡ് ചെയ്തു, ബട്ടർ ആഡ് ചെയ്തു, പിന്നെ ഇതാ കുറച്ച് ഒറിഗാനോ, കുറച്ച് മല്ലിയില എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും. അങ്ങനെ ഇതാ നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഓവനിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ബേക്കിംഗ് ട്രേയിലേക്ക് എല്ലാ ബ്രെഡും ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ എല്ലാ ബ്രെഡിലും ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ സ്നാക്കാണ്. പിന്നെ ഇതാ എല്ലാതും സ്പ്രെഡ് ചെയ്തതിന് ശേഷം മേലെ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പിന്നെ ചില്ലി ഫ്ലേക്സും. ഇനി ഇതാ നേരെ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ടൈം വെച്ചാൽ മതി, അപ്പോൾ തന്നെ സംഗതി റെഡിയായി കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇനി ഇതാ വീണ്ടും ഞാൻ നമ്മളെ ഗെറ്റ് ടുഗദർ മൂഡിലേക്കാണ്. അതായത് നമ്മൾ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്യണം. അങ്ങനെ കാര്യമായിട്ട് പാക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കവറിലിടാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഒരു കുഞ്ഞി ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് എൻ്റെ പേരൊക്കെ ഒന്ന് എഴുതി റെഡിയാക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഇതാ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി പെട്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. ഫസ്റ്റ് ഇതാ ഞാൻ പോകുന്നത് മഞ്ചേരിയിലേക്കാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾക്ക് ബസ് ഉള്ളത്. ബസ് ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഞാൻ അങ്ങോട്ടേക്ക് 1 മണിക്കൂർ എനിക്ക് യാത്ര ഉണ്ട് മഞ്ചേരിക്ക്. എന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എത്തുമ്പോഴേക്ക് ഇതാ ഇവിടെ 2 ഫ്രണ്ട്സൊക്കെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരും എത്തി, നമ്മൾ ബസ്സിലൊക്കെ കയറി. അപ്പോൾ 1:30ക്ക് കൊച്ചിയിൽ എത്തുമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ബസ് ബുക്ക് ചെയ്തത് കേട്ടോ. പക്ഷേ ഈ ബസ്സാണെങ്കിൽ നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. പിന്നെയാണ് ഈ യാത്ര പഠിച്ചവനെ ഭയങ്കര ക്ഷീണമായിരുന്നു. നമ്മൾ 1:30ക്ക് എത്തുമല്ലോ, കുറച്ച് ടൈമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ബുക്ക് ചെയ്തതാണ്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിപ്പോയി, ഭയങ്കര ലെങ്തി യാത്രയായിപ്പോയി കേട്ടോ. അങ്ങനെ ഇടയിൽ ഇതാ അവർ ഫുഡ് കഴിക്കാനൊക്കെ ബസ് അവർ നിർത്തിയപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി ചിക്കിങ്ങൊക്കെ കഴിച്ച് വീണ്ടും ബസ്സിലേക്ക് കയറുകയാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി അവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കാസർഗോഡ് നിന്ന് വരുന്നവരും പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നവരും എല്ലാവരും എത്തി. അവർ ട്രെയിനിലൊക്കെ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഇതാ 4 മണിക്കാണ് നമ്മളിവിടെ കൊച്ചിയിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഇതാ പിന്നെ അവിടുന്ന് തൊട്ടടുത്ത് തന്നെ എടപ്പള്ളിയിൽ ഇറങ്ങി അവിടുന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട്. റിവർ സൈഡ് ഇന്ന് പറഞ്ഞിട്ടാണ്, ചെറിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാത്രം ബുക്ക് ചെയ്തതാണ്. ഇത് നമ്മൾ വരുന്നതിന് മുമ്പുള്ള കുറച്ച് സീൻസാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം എല്ലാവരെയും കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ നമുക്കുള്ള ഫുഡ് ഓൾറെഡി അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലഞ്ച് ബിരിയാണിയൊക്കെ. അപ്പോൾ നമ്മൾ എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവരിതാ കഴിക്കണം. അപ്പോൾ നമ്മൾ വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഇവരോട് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞതാണ്. അങ്ങനെ ഇതാ ഇവിടുത്തെ ഇവരെല്ലാവരും കൂടിയിട്ട് വാഴൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്.
ഓൾറെഡി നമുക്ക് കുറച്ച് ടൈമുള്ളൂ കേട്ടോ. ഇത് 2 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു 1:30 ആകുമ്പോൾ എത്തുമല്ലോ എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ആ ബസ്സൊക്കെ ബുക്ക് ചെയ്തത്. പക്ഷേ ഭയങ്കര ലേറ്റായിപ്പോയി. 4 മണിയായിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയത്. അപ്പോഴേക്കും ഇവരെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി മറ്റേ ചിക്കിങ് ഒക്കെ കഴിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഇവിടെ ഭയങ്കര വാരിക്കൊടുക്കലും എല്ലാം കൂടിയിട്ടാണ്. അവരുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരെയും കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്തായാലും എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മൾ ലേറ്റ് ആയതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ബസ്സിൽ നിന്ന്. എന്തായാലും ഇതാ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാവരും കൂടിയിട്ട് താഴെ ഇറങ്ങി. ഇവിടെ നമ്മളെ റൂമിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പുറത്തിരിക്കുക, ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെ ഒരു കുഞ്ഞി ബാനറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബനാത്ത് വൈബ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ വരുമ്പോഴേക്ക്. പിന്നെ ബാക്കിൽ ലൈറ്റൊക്കെ കുറച്ച് സെറ്റാക്കി. നല്ല രസമുള്ള ചെറിയൊരു സ്പേസാണ്. നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പല സ്ഥലങ്ങൾ. പിന്നെ നമുക്ക് ടൗണിൽ തന്നെ ആവണം. എടപ്പള്ളി തന്നെ ആയാലും എല്ലാവർക്കും പോകാനും വരാനൊക്കെ ഈസിയാണ്. പിന്നെ ബസ് ഇറങ്ങിയാലും ട്രെയിൻ ഇറങ്ങിയാലും ഒക്കെ ഈസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. ചെറായിലേക്ക് പോകുമ്പോഴും പിന്നെ ഫോർട്ട് കൊച്ചി അവിടെയൊക്കെ ആദ്യം നോക്കിയെങ്കിലും നമുക്ക് കുറച്ചും കൂടി പിന്നെ ട്രാഫിക്കിൽ നമുക്ക് ലേറ്റായി പോകില്ല. നമ്മളെ ടൈമാണ് കൂടുതൽ പോകുന്നത്. അങ്ങനെയാണ് അവസാനം നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്തത്. ഒരു റിവർ സൈഡ് വ്യൂവും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. അങ്ങനെ ഇതാ ഇവിടെ വർത്താനം പറയലും ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2-3 റീൽസ് എടുക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ക്യാമറ ഒക്കെ സെറ്റാക്കി എല്ലാവരും അതിനു വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഇതാ കുറച്ച് റീടേക്കുകൾക്ക് ശേഷം സംഗതി സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇതാ നമ്മളെ ടീ ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ പോയി എല്ലാവരുടെയും സ്നാക്സൊക്കെ എടുത്തിട്ട് ഇതാ നമ്മൾ പുറത്തേക്ക് തന്നെ വരികയാണ്. നമ്മളിതാ പുറത്ത് ചെയറും ടേബിളും ഒക്കെ സെറ്റാക്കി എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോഴും കുറേ സ്നാക്സ്, നമ്മൾ ഇത്രയും സ്നാക്സ് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വരുമ്പോഴും 2-3 ഐറ്റംസൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസായി. പിന്നെ പോരാത്തതിന് നമ്മളിവിടെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും ഐറ്റംസ് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ 2 ഐറ്റംസ് നമ്മളിവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മൊത്തത്തിൽ പറഞ്ഞാൽ കുറേ അധികം പലഹാരങ്ങളായി. അങ്ങനെ ഇതാ പലഹാരങ്ങളൊക്കെ ടേബിളിൽ സെറ്റായിട്ടുണ്ട്. കുറേയധികം ഫ്രഷ് ഐറ്റംസും പിന്നെ നമുക്ക് ബേക്കറി ടൈപ്പ് ഐറ്റംസും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഇതാ പുറത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിക്കലാണ്. നമ്മൾ കൊച്ചിയിൽ തന്നെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവർ വരുമ്പോൾ ഇതാ പാസ്തയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കുറേ അധികം ഐറ്റംസായി. നമ്മൾ പ്രതീക്ഷിച്ചില്ല എല്ലാവരും കൊണ്ടിരുന്ന്. എല്ലാവരും കുറേ അധികം ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് പല ടൈപ്പ് ഐറ്റംസ് ഇതാ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണ തിരക്കിലാണ് എല്ലാവരും. നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാവർക്കുള്ള ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചത് ഓരോരുത്തർ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരിക, എന്നിട്ട് അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിനൊക്കെ സെലക്ട് ചെയ്യില്ല, അതുപോലെ സെലക്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ വേണ്ട, നമുക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവരിക, അതൊരു രസമായിരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തു. അവസാനം നല്ല രസമായിട്ടോ, ഭയങ്കര ഫണ്ണായിരുന്നു.
ഗിഫ്റ്റ്സിൻ്റെതൊക്കെ പെട്ടെന്നുണ്ടായ പ്ലാനായിരുന്നു കേട്ടോ. എന്നാലും എല്ലാവർക്കുള്ള ഗിഫ്റ്റ്സൊക്കെ ഒപ്പിച്ചു. സംഗതി നല്ല രസമായിരുന്നത്. എല്ലാവരും നല്ല നല്ല ക്യൂട്ട് ഐറ്റംസ്, പല പല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. അതെന്തായാലും ഉഷാറായിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എല്ലാവരും പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതാ പുറത്തിറങ്ങാണ്. പുറത്ത് നമ്മൾ ചെറിയ രീതിയിലൊരു ഡെക്കറേഷനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നൈറ്റ് പാർട്ടി പോലെ നമ്മളിതാ പുറത്ത് സെറ്റാക്കിയിട്ടുണ്ട്. വരുന്ന എല്ലാവർക്കും ഒരു മൊമെൻറ്റോ കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ എല്ലാവരും റെഡിയായി വരുമ്പോഴേക്കും ഇവിടെ ടേബിളിൽ സെറ്റാക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഫ്രണ്ട്സ് ഇതിലുണ്ട് കേട്ടോ. പലരും പല സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ചിലർ ഗൾഫിലാണ്, പിന്നെ എല്ലാവരും പല കാര്യങ്ങളായിട്ട് ബിസിയാണ്. അതിനിടയിലൊക്കെ ഒരു മീറ്റപ്പ് സെറ്റാക്കുക എന്നുള്ള കുറച്ച് പണിയായിരുന്നു. എന്നാലും പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നിർബന്ധമായിരുന്നു കേട്ടോ സ്റ്റേ വേണമെന്നുള്ളത്. ആക്ച്വലി ആദ്യമായിട്ടാണ് ഇങ്ങനെ, അതായത് നമ്മളിപ്പോൾ ഹോസ്റ്റൽ ലൈഫൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മീറ്റ് നടത്തുന്നത്, അതായത് സ്റ്റേ ഒക്കെ ഉള്ള മീറ്റ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് മാത്രം കുറച്ച് പേര് കൂടിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് 5-6 പേര്. പക്ഷേ ഇതുപോലെ ഹോസ്റ്റലേഴ്സ് കുറേ പേര് കൂടിയിട്ട് നടത്തുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു രസം വേറെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ സ്റ്റേ കൂടി ഉണ്ടായിക്കോട്ടെ, അത് അടിപൊളിയാണ്, അത് വേറെ തന്നെ ഒരു ഫീലാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് പിരിഞ്ഞെങ്കിലും പിന്നെ നമ്മൾ തമ്മിൽ എല്ലാവരുമായിട്ട് അങ്ങനെ ഭയങ്കര കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേരുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ പണ്ടത്തെ അതേപോലെ യാതൊരു സ്റ്റാർട്ടിങ് ട്രബിളും ഇല്ലാതെ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു. ആ ഒരു പഴയ +2 വൈബ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് നമുക്ക് മതിയായില്ല എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ദിവസം കൂടി വേണമായിരുന്നു എന്ന് നമ്മളെല്ലാവരും പറഞ്ഞ്. നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ നടത്തുമ്പോൾ ഇതിലും മെമ്പേഴ്സ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പലർക്കും പല റീസൺസൊക്കെ കാരണം എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ പേർക്ക് ജോയിൻ ആവാൻ പറ്റിയിട്ടില്ല. എന്നാലും ഉള്ളവരെ വെച്ച് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ, പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞു. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ചേർന്നിരിക്കാൻ, ദൂരെ ആകാശ തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. ഓ മൈ ഫ്രണ്ട്സ്, നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നു ഒരു സ്വരം. ഓ മൈ ഫ്രണ്ട്സ്, കഴിയുകില്ല ഏതു മണ്ണിലും പഴയ വഴികൾ, കൊഴിയുകില്ല ഏതു നോവിലും മനസ്സിനിലകൾ, നമുക്കു പങ്കിടാൻ കിനാവുകൾ കുറിച്ചു വെച്ചതും മുറിഞ്ഞിടുമ്പോഴും വിമോഹമായി ഒളിച്ചു വെച്ചതും. ഇത് ഞങ്ങളെ ഫ്രണ്ട് സെംന പാടിയ പാട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മളെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ചെറുതായിട്ടാണ് ഓർഡർ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം എല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ അവിടെ പുറത്ത് ആ ഒരു ഇരുത്തിരുന്നതാണ് വർത്താനം പറയാനായിട്ട്. കുറേ ടൈം ഇരുന്ന് പിന്നെ ടൈം പോകുന്നതേ അറിയണ്ടായിരുന്നില്ല. പിന്നെ മഴ പെയ്തപ്പോഴാണ് നമ്മൾ അവിടുന്ന് എണീറ്റത്. പിന്നെ ബാക്കി വർത്തമാനങ്ങളൊക്കെ റൂമിൽ ഇരുന്നിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ ആയത് നമ്മൾ അറിഞ്ഞില്ല. പിന്നെ 5 മണിയായി 6 മണിയായി അപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. കുറച്ച് പേരൊക്കെ ഉറങ്ങുന്നുണ്ട്, എണീക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഒരു 9 മണിയൊക്കെ ആയി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി.
നമ്മളിതാ പത്തിരി, കടലക്കറി, പൊറോട്ട, ബീഫ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും റൂമിലിരുന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ വീണ്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കുകയാണ്. എല്ലാ ടൈം വെച്ച് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കുറച്ച് ടൈം വെച്ചിട്ട്. പിന്നെ റീൽസൊക്കെ ചിലതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, മണിക്കാണ് നമ്മൾ ചെക്ക് ഔട്ട്. അങ്ങനെ ഇതാ എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ടൈമും കൂടി നമുക്ക് ബാക്കിയുണ്ട്. ചിലർ ട്രെയിനൊക്കെ 1 മണിക്കാണ്, ചിലത് പിന്നെ 2 മണിക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച എല്ലാവരും കൂടിയിട്ട് ലുലുവിൽ പോവാന്ന്. അങ്ങനെ ഇതാ കൊച്ചി ലുലു മോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി, അങ്ങനെ കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. എല്ലാവരും ആ ഒരു മൂഡൊക്കെ പോയി. പിന്നെ പോകാനുള്ള ഒരു യാത്ര പറച്ചിലൊക്കെ ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ലുലുവിൽ കറങ്ങാനും ആർക്കും തോന്നിയിട്ടില്ല കേട്ടോ. എല്ലാവരും പോകുന്ന ആ ഒരു തിരക്കിലൊക്കെ ആയി. നമുക്ക് കുറച്ച് ടൈമും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഫുഡ് കോർട്ടിലിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിയുമ്പോൾ 2 മണിക്കാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ കുൽഫിയൊക്കെ കഴിച്ചു, പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മളെ ഗെറ്റ് ടുഗെദർ വ്ളോഗ്. നമ്മൾ കണ്ടുമുട്ടിയ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ആവേശത്തിലുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഷെയർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.